അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം പാപമോചനം ക്രിസ്തുവേശു മുഖാന്തരം അല്ലെങ്കിൽ ക്രിസ്തുവേശുവിലൂടെ മാത്രം ലഭിക്കുന്ന മനുഷ്യവർഗത്തിൻ്റെ പാപമോചനം എന്നുള്ള സദ്വാർത്തയെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ലോകത്തിൽ പല പുണ്യപുരുഷന്മാരും ജനിക്കുകയും മരിക്കുകയുമൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ പാപമില്ലാതെ ജനിച്ച ഒരു പുരുഷനുമില്ല, ഒരു സ്ത്രീയുമില്ല. പാപമില്ലാതെ ജനിച്ച ഒരാളുമില്ല. കാര്യം സകല മനുഷ്യരും പാപം ചെയ്തിട്ടാണ് അവർ ജീവിക്കുക. അതായത് പാപത്തിൽ ജനിച്ചു, പാപത്തിൽ ജീവിച്ചു, പാപത്തിൽ മരിച്ചു. അങ്ങനെ അതാണ് ഓരോ പുരുഷന്മാർ, ഓരോ മനുഷ്യജന്മവും ഇതുവരെയും ഉണ്ടായതും ഇനി അങ്ങോട്ട് ഉണ്ടാകാനുള്ളതും അതാണ്. എന്നാൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ആ ഒരു ജനനമെന്ന് പറഞ്ഞാൽ അവൻ പാപമില്ലാത്തവനായി ദൈവത്താൽ ജനിക്കപ്പെട്ട, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാൽ കന്യകയായ ഒരു സ്ത്രീയിൽ നിന്നും, അഥവാ കന്യകയായ മറിയ എന്ന സ്ത്രീയിൽ നിന്നും ജനിച്ച ആ പാപരഹിതനായിട്ട് ജനിച്ച ഏക വ്യക്തി കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. അത് നമ്മൾ ഏത് ചരിത്രം, ഇപ്പോൾ ലോകചരിത്രം മുഴുവനും പഠിച്ചാലും ഇങ്ങനെ ജനിച്ച ഒരു വ്യക്തി, ഏക വ്യക്തിയെ ഉള്ളത് കർത്താവായ യേശുക്രിസ്തു. മറ്റെല്ലാവരും ജനിച്ചിരുന്നു. പുണ്യപുരാതന കാര്യങ്ങൾ, നമ്മൾ പല കാര്യങ്ങൾ പലരെക്കുറിച്ച് ചിന്തിക്കുമ്പോഴത്തേക്ക് പലരും ജനിച്ചിരുന്നു. പക്ഷെ അവരെല്ലാവരും പാപത്തിൽ ജനിച്ചു, പാപത്തിൽ ജീവിച്ചു, പാപത്തിൽ മരിച്ചു. എന്നാൽ ക്രിസ്തു എന്ന് പറയുന്നയാൾ പാപമില്ലാതെ കണ്ട്, പാപത്തിൽ ജനിച്ചില്ല, പാപമില്ലാതെ കണ്ട് ജനിച്ചു, പാപം ചെയ്യാതെ ജീവിച്ചു, പാപപരിഹാരത്തിനു വേണ്ടി മരിച്ചു, പാപപരിഹാരം വരുത്തി ദൈവത്തിൻ്റെ നീതി നിവൃത്തീകരിച്ച് ആ ക്രിസ്തു എവിടുന്ന് വന്നോ അവിടേക്ക് തന്നെ, സ്വർഗത്തിലേക്ക് തന്നെ കടന്നുപോയി പിതാവിൻ്റെ സ്ഥാനത്തും മഹത്വത്തിൻ്റെ അത്യന്ത ധനം പ്രാപിച്ച് ഇന്ന് തൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും വേണ്ടി മധ്യസ്ഥനായിട്ട് ഇരിക്കുന്നു. അതുപോലെ തന്നെ തൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് വിശുദ്ധീകരിക്കപ്പെട്ട ദൈവമക്കൾക്ക് വേണ്ടി, തൻ്റെ ദാസന്മാർക്ക് വേണ്ടി, തൻ്റെ മക്കൾക്ക് വേണ്ടി, ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി സ്വർഗത്തിൽ ഭവനം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഈ രണ്ട് ജോലിയാണ് ക്രിസ്തു ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം യേശുവിൻ്റെ ഈ പേര്, അതായത് ഈ യേശു എന്ന പേരെന്ന് പറഞ്ഞ് നമ്മൾ ഇന്നലെ ചിന്തിച്ചിരുന്നു രക്ഷകൻ എന്നാണ്. രക്ഷിക്കുവാനായിട്ട് തൻ്റെ ജനത്തെ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചവനായ മനുഷ്യനെ രക്ഷിക്കുന്നതിന് വേണ്ടി വന്ന രക്ഷകൻ എന്നുള്ള അർത്ഥത്തിലാണ് യേശു എന്നുള്ള പേര് സ്വീകരിക്കുന്നത്. പിന്നെ യേശു എന്ന പേരിൻ്റെ അർത്ഥം പറയുന്നത് ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാനിരിക്കുക കൊണ്ട് അവനെ യേശു എന്ന് പേരിടണം. നമ്മൾ ഇന്നലെ ചിന്തിച്ച കാര്യമാണ്. അതുപോലെ തന്നെ യേശുവിനെ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞേക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംബോധനകളും അതുപോലെ ദൈവത്തിൻ്റെ പുത്രൻ എന്നുള്ള സാക്ഷ്യം ദൈവത്താലും പരിശുദ്ധാത്മാവിനാലും ദൈവം അയച്ച മനുഷ്യനാലും, അതായത് സ്നാപക യോഹന്നാലും ഒക്കെ ആയിട്ടും അതുപോലെ പ്രവചന ഗ്രന്ഥങ്ങളിലുമൊക്കെ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ദൈവപുത്രൻ എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എല്ലാത്തിൻ്റെയും നിവൃത്തീകരണമാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ ജനനവും ജീവിതവും ശുശ്രൂഷയും, സ്വർഗീയ സദ്വാർത്ത ശുശ്രൂഷയും, പീഡാനുഭവങ്ങളും, മരണവും അടക്കവും, മരണവും അടക്കവും, പുനരുത്ഥാനവും, സ്വർഗാരോഹണവും, ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥകളെല്ലാം പ്രവചനങ്ങളുടെ നിവൃത്തീകരണമാണ്. കാര്യം ദൈവത്തിൻ്റെ മനസ്സുപോലെ താൻ സൃഷ്ടിച്ച, തൻ്റെ വിരലുകൾ കൊണ്ട് താൻ സൃഷ്ടിച്ച മനുഷ്യനെ രക്ഷിക്കുന്നതിന് വേണ്ടി ദൈവം ഒരുക്കിയ രക്ഷാകര പദ്ധതിയുടെ മൂലബിന്ദുവാണ് കർത്താവായ യേശുക്രിസ്തു. ഈ കാര്യം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞതാണ്. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ഒരു കൃത്യത്വം വരുത്തുവാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ദൈവം ഇപ്പം കണ്ട, ഞാൻ കാളകളുടെ മാംസം തിന്നുമോ, കോലാട്ടുകൊറ്റന്മാരുടെ രക്തം കുടിക്കുമോ? സങ്കീർത്തനം 50:13. അതായത് ദൈവത്തിന് രക്തത്തിൻ്റെ ആവശ്യമോ മാംസത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അതൊക്കെ സിമ്പിളായിരുന്നു. അതായത് സാദൃശ്യങ്ങൾ മാത്രമായിരുന്നു. വരാനിരിക്കുന്ന ഏകയാഗമായ യേശുക്രിസ്തുവിൻ്റെ, ദൈവപുത്രനായ ആ അർക്കപ്പെടുവാൻ പോകുന്ന ലോകത്തിൻ്റെ പാപത്തിന് വേണ്ടി പാപപരിഹാരത്തിന് വേണ്ടി അർക്കപ്പെടാൻ പോകുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ ക്രിസ്തുവിൻ്റെ ആ യാഗത്തിൻ്റെ സിമ്പലായിരുന്നു അതെല്ലാം. അതാണ് അവിടെ, ഞാൻ കാളകളുടെ മാംസം തിന്നുമോ, കോലാട്ടുകൊറ്റന്മാരുടെ രക്തം കുടിക്കുമോ? ഖനനയാഗവും ഭോജനയാഗവും നീ ഇച്ഛിച്ചില്ല, ഹോമയാഗവും പാപയാഗവും നീ ചോദിച്ചുമില്ല. അത് സങ്കീർത്തനം 40:6. യാഗത്തിലല്ല ദയയിലും ഹോമയാഗങ്ങളെക്കാൾ ദൈവപരിജ്ഞാനത്തിലുമാണ് ദൈവത്തിന് പ്രസാദമുള്ളത്. ഖനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദമില്ല. സങ്കീർത്തനം 51:16.
കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. അതായത് ഒരു കാര്യം മനുഷ്യൻ എന്ന് പറയുന്ന ആ വ്യക്തി ദൈവത്തേക്കാൾ അല്പം മാത്രം താഴ്ത്തി ദൈവം സൃഷ്ടിച്ച വ്യക്തിയാണ്. അപ്പം മൃഗത്തിൻ്റെ രക്തത്തിൻ്റെ ചൊരിച്ചിൽ കൊണ്ട്, മൃഗത്തിൻ്റെ രക്തത്തിൻ്റെ ആ തളിക്കൽ കൊണ്ട് ഒരിക്കലും മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാനായിട്ട് കഴിയത്തില്ല. അത് എല്ലാം ഈ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ അനാദി നിർണയത്തിൽപ്പെട്ട പാപത്തിൻ്റെ പരിഹാരമായി താൻ തന്നെ മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ അവതരിച്ച് യാഗമായി തീരുവാനായിട്ട് പോകുന്നതിൻ്റെ ആ പഴയ നിയമ ആ വിശുദ്ധന്മാർക്ക് പഴയ നിയമത്തിൽ ജീവിച്ചിരുന്ന, അല്ലെങ്കിൽ ന്യായപ്രമാണ യുഗത്തിലും നിഷ്പാപ യുഗത്തിലും മനസാക്ഷി യുഗത്തിലും ന്യായപ്രമാണ യുഗത്തിലും അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ ന്യായപ്രമാണ യുഗത്തിലും ജീവിച്ചിരുന്ന മനുഷ്യർക്ക് അവർക്ക് അതിൽ വിശ്വസിക്കുമ്പോൾ, കാര്യം അവർ വിശ്വസിക്കുന്നത് ആ 5 യാഗങ്ങൾ കഴിക്കുമ്പോൾ അവർ വിശ്വസിക്കുന്നത് വരുവാനുള്ള കർത്താവായ ദൈവത്തിൻ്റെ കുഞ്ഞാടായ ക്രിസ്തുവിൻ്റെ ആ ദൈവത്തിൻ്റെ തന്നെ യാഗമാണ് അവർ വിശ്വസിച്ച് വിശ്വാസത്താലെ യാഗം അർപ്പിക്കുന്നത്. അപ്രകാരം ആ വിശ്വാസത്തോടുകൂടി യാഗം കഴിച്ചവരാണ് പഴയ നിയമ വിശുദ്ധന്മാരായിട്ട് ഇപ്പോൾ സ്വർഗത്തിൽ പർദീസായിൽ കഴിയുന്നത്. അത് ദൈവവചനം വായിക്കുമ്പോഴത്തേക്ക് അത് നമുക്ക് മനസ്സിലാകാൻ തോന്നുന്നത്. അപ്പം അതിൻ്റെ എല്ലാം സാദൃശ്യമാണ്. അത് പഴയ നിയമം എന്ന് പറഞ്ഞ സാദൃശ്യം പൊരുളാണ്, നിഴലാണ്. അതിൻ്റെ പൊരുളാണ് പുതിയ നിയമം എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിൻ്റെ മരണമല്ലാതെ പാപമോചനത്തിന് വേറെ വഴികളൊന്നുമില്ലായിരുന്നു. കാര്യം പാപമില്ലാത്ത ദൈവം തന്നെ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പരിഹാരം പറ്റണം. കാര്യം മനുഷ്യവർഗത്തെ രക്ഷിക്കേണ്ടത് ദൈവത്തിൻ്റെ മനസ്സാണ്. കാര്യം ദൈവത്തിൻ്റെ മനുഷ്യനോടുള്ള സ്നേഹത്തിൻ്റെ ആ ഒരു പ്രകടനമാണ്, ഒരു നഗ്നമായ ഒരു സത്യമായ ഒരു പ്രകടനമാണ്. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഉണ്ടോ? ഏക മനുഷ്യനായ ദൈവത്തിൻ്റെ സൃഷ്ടിയായ ഏക മനുഷ്യനായ ആദത്തിൻ്റെ അവിശ്വാസം അല്ലെങ്കിൽ അനുസരണക്കേട് നിമിത്തം, അവിശ്വാസവും അനുസരണക്കേട് നിമിത്തം പാപം ലോകത്തിലേക്ക് കടന്നു. അങ്ങനെ ആ ഏക മനുഷ്യൻ്റെ DNA-യിലാണ് സകല മനുഷ്യനും ആയിരിക്കുന്നത്. ഒരു ഏക മനുഷ്യൻ്റെ അവൻ്റെ ശരീരത്തിൻ്റെ DNA-യിലാണ് ഇനി ആദം മുതൽ ഇങ്ങോട്ട് അന്ന് മുതലുള്ള മനുഷ്യന് ഇനി മരിച്ചതും ജനിക്കാനിരിക്കുന്നതുമായ സകല മനുഷ്യൻ്റെയും DNA ആദത്തിൻ്റെ DNA. അപ്പോൾ അതിൽ ആ പാപം കലർന്നിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഒരു മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാനായിട്ട് കഴിയത്തില്ല. പാപത്തിൻ്റെ ശമ്പളം ദൈവത്തിൻ്റെ പ്രമാണപ്രകാരം, ദൈവത്തിൻ്റെ നീതിപ്രകാരം അത് മരണം ആണ്. മരണം വിധിക്കപ്പെട്ടിരിക്കുക. ദൈവം അതിന് മരണം വിധിക്കപ്പെട്ട് കഴിഞ്ഞു. പാപത്തിൻ്റെ ശമ്പളം മരണം എത്ര? അതിന് മാറ്റം അത് ദൈവിക വിധിയിൽ നിലവിൽ വിധിയിൽ വന്നു കഴിഞ്ഞാണ് പാപത്തിൻ്റെ ശമ്പളം മരണം എത്ര. റോമാക്കാർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 23-ാം വാക്യത്തിലാണത് പറയുന്നത്. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. അത് ദൈവത്തിൻ്റെ വിധിയാണ്. അപ്പോൾ ആ മരണത്തിൽ നിന്ന് മോചനം പ്രാപിക്കുവാനായിട്ട് ദൈവം ഒരുക്കിയ വ്യക്തിയാണ് താൻ തന്നെ ആ മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ അവതരിച്ച കർത്താവായ യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ലഭിക്കുന്ന നീതീകരണത്തിലൂടെ മാത്രമേ നമുക്ക് പാപമോചനം ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരത്തുള്ളൂ. വേറെ ഒരു മാർഗവും അതിന് ദൈവം നൽകിയിട്ടില്ല. ആ ഏകൻ്റെ ലംഘനത്താൽ പാപം കടന്നു വന്നതുപോലെ തന്നെ ഏകൻ്റെ അനുസരണത്താൽ പാപമോചനവും കടന്നു വന്നു എന്നാണ് തിരുവചനത്തിൽ പറയുന്നത്. ഏകൻ്റെ ലംഘനത്താൽ പാപം മനുഷ്യരിലേക്ക് കടന്നു വന്നു. അതുപോലെ ഏകൻ്റെ അനുസരണത്താൽ പാപമോചനവും കടന്നു വന്നു. അതുപോലെ ഏകൻ്റെ വിശ്വാസത്താൽ പാപം അവനിലേക്ക് കടന്നു വന്നു. അതുപോലെ തന്നെ ആ മനുഷ്യനായ ഏതൊരു മനുഷ്യനും വിശ്വാസത്താൽ യേശുക്രിസ്തുവിൻ്റെ യാഗത്തെ വിശ്വസിക്കുന്നോ അവനിലേക്ക് പാപമോചനവും കടന്നു വരും. ഇതെല്ലാം വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത്. കാര്യം അത് മനുഷ്യൻ അങ്ങനെ ദൈവത്തിൻ്റെ നീതിയാണ്. ഇതാ ഞാൻ വരുന്നു, പുസ്തകത്തിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, എൻ്റെ ദൈവമേ അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. ഇത് കർത്താവ് യേശുക്രിസ്തു ദൈവത്തോട് പറഞ്ഞ കാര്യം വേറെ ആരുമില്ല. പാപപരിഹാരത്തിന് വേണ്ടി വേറെ ആരുമില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രിയപുത്രനായ യേശുക്രിസ്തു തന്നെ ദൈവത്തോട് പറയുന്ന കാര്യമാണ്. ഇത് സങ്കീർത്തകനായ ദാവീദിലൂടെ ദാവീദിന് കിട്ടിയ വെളിപ്പാടിലൂടെ പരിശുദ്ധാത്മാവ് എഴുതി വച്ചിരിക്കുന്നത്. ഇതാ ഞാൻ വരുന്നു, പുസ്തകത്തിലുള്ള എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, എൻ്റെ ദൈവമേ അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. സങ്കീർത്തനം 40:7. ഇത് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹമാണ്. കാര്യം താൻ തന്നെ മനുഷ്യവർഗത്തോടുള്ള സ്നേഹത്തിൻ്റെ ഉത്തമമായ പ്രദർശനമാണ് ഈ വാക്യത്തിൽ പറയുന്നത്. യേശുക്രിസ്തു ദൈവമാണ്. യേശുക്രിസ്തു എന്ന് പറയുന്ന ആൾ ദൈവമാണ്. അത് സത്യദൈവം, മഹാദൈവം, സർവത്തിനും മീതെയുള്ള വീരനാം ദൈവം, എല്ലാവരുടെയും പിതാവായ ദൈവം എന്നാണ്. അതായത് ദൈവത്തിൻ്റെ അനാദിയിലുള്ള, അതായത് ക്രിസ്തുയേശുവിൻ്റെ ജനനത്തിനു മുമ്പ്, അദ്ദേഹത്തിന് അനാദിയിൽ തന്നെ, അതായത് സമയങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ്, അനാദി എന്ന് പറഞ്ഞാൽ സമയങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അനാദി എന്ന് പറയുന്നത് അതായത് സമയത്തിന് മുൻപേ ഉള്ള ആ പീരീഡിനെയാണ്
അല്ല, പീരീഡല്ല, ആ അവസ്ഥയാണ് അനാദി എന്ന് പറയുന്നത്. ആദി എന്നും അനാദി എന്നും പറയുന്നത് അതിനാണ്. പിന്നെ കാലം എന്ന് പറയുമ്പോഴത്തേക്കാണ് സമയം വരുന്നത്. കാലം എന്ന് പറയുമ്പോഴത്തേക്കാണ് സമയത്തിൻ്റെ ആ പരിധി വരുന്നത്. ആദിയും അനാദിയും സമയത്തിന് അതീതമാണ്, സമയത്തിനപ്പുറമുള്ള കാര്യമാണ്. അപ്പം യേശുക്രിസ്തു ദൈവമാണ്, സത്യദൈവമാണ്, മഹാദൈവമാണ്, സർവശക്തനാണ്, സകലത്തിനും മീതെയുള്ളവനാണ്, വീരനാം ദൈവമാണ്, എല്ലാവരുടെയും പിതാവായ ദൈവമാണ്. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത് യോഹന്നാൻ്റെ ഞാൻ ആ വാക്യങ്ങൾ മാത്രം വായിക്കുന്നത്, അതിൻ്റെ ആശയം മാത്രം പറഞ്ഞിട്ടാണ്. ഈ തിരുവചനത്തിൻ്റെ അതിൻ്റെ സംക്ഷിപ്ത രൂപം മാത്രം പറഞ്ഞ് വാക്യങ്ങൾ മാത്രം പറഞ്ഞുതരാം. നിങ്ങളത് ആ തിരുവചന ഭാഗങ്ങൾ വേദപുസ്തകത്തിൽ എടുത്ത് വായിച്ചാൽ മതി. യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 28-ാമത്തെ തിരുവചനം, യോഹന്നാൻ എഴുതിയ ലേഖനം 1-ാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായം 20-ാമത്തെ തിരുവചനം, തീത്തോസ് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 12-ാമത്തെ തിരുവചനം, റോമർക്ക് എഴുതിയ ലേഖനം 9-ാമത്തെ അധ്യായം 5-ാമത്തെ തിരുവചനം, യെശയ്യാ പ്രവചന പുസ്തകത്തിൽ നിന്ന് 9-ാമത്തെ അധ്യായം 6-ാമത്തെ തിരുവചനം, യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാമത്തെ അധ്യായം 8-9 തിരുവചനങ്ങൾ, അതുപോലെ തന്നെ 4-ാമത്തെ അധ്യായം 24-ാമത്തെ തിരുവചനം, പിന്നെ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാമത്തെ അധ്യായം 39-ാമത്തെ തിരുവചനം, യോഹന്നാൻ 3:8, അങ്ങനെ നിരവധിയായ വചനങ്ങളുണ്ട്. അപ്പോൾ ഇത്രയും വചനങ്ങൾക്ക് നിങ്ങളെടുത്ത് കുറച്ച് ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഈ വചനങ്ങളൊക്കെ എടുത്ത് വായിക്കുക. ദൈവകൃപ നമ്മൾ അത് വായിക്കുക. ഞാൻ ഈ തിരുവചനങ്ങളുടെ ഒരു സംക്ഷിപ്ത രൂപം ഞാൻ വായിക്കുകയാണ്. ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിക്കുവാൻ ദൂതന്മാരിലും അല്പം മാത്രം താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളിൽ തികഞ്ഞവനാക്കുന്നത് ദൈവത്തിൻ്റെ നീതിക്ക് യുക്തമായിരുന്നു. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. അത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാരെന്ന് വിളിക്കുവാൻ ലജ്ജിക്കാതെ, ഞാൻ നിൻ്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും എന്നും ഞാൻ അവനിൽ ആശ്രയിക്കുമെന്നും ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്ന് പറയുന്നു. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. അതുകൊണ്ട് ജനത്തിൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനും ആകേണ്ടതിന് സകലത്തിലും തൻ്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചിരിക്കയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിക്കുവാൻ കഴിവുള്ളവനുമാകുന്നു. ഈ തിരുവചനം നമ്മൾ എബ്രായ ലേഖനം 2-ാം അധ്യായം 9 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങളാണ്. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ അവതാര ഉദ്ദേശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു വേദഭാഗമാണ്. നിങ്ങളിത് വായിച്ചാൽ മതി. ഇനി ഇതിൽ നമ്മൾ യേശുക്രിസ്തു എല്ലാവരിലും ശ്രേഷ്ഠനാണ്. അതായത് അതിനെക്കുറിച്ചുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നാണെങ്കിലും ഇപ്പോൾ സന്ദർഭോചിതമായിട്ട് മാത്രം പറയുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് വിവരിക്കുന്ന, അതായത് വിശദീകരിക്കുന്ന ഒരു ലേഖനമാണ് എബ്രായ ലേഖനം. ആ എബ്രായ ലേഖനത്തിൽ 1 മുതൽ 16 വരെയുള്ള ലേഖനങ്ങളിൽ അതിൽ 12 വരെയുള്ള 10 വരെയുള്ള ലേഖനങ്ങളിൽ പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചാണ്. അതായത് സർവ്വരിലും ഈ ഭൂമിയിലും സ്വർഗത്തിലും പിതാവ് കഴിഞ്ഞാൽ എല്ലാവരിലും, കാര്യം പിതാവായ ദൈവം കഴിഞ്ഞു കഴിഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ശ്രേഷ്ഠതയെക്കുറിച്ചാണ് ആ ഓരോ കാര്യങ്ങളിലും ഓരോന്നും പറയുന്നത്. ഇനി പിതാവെന്ന് പറഞ്ഞാൽ പിതാവിനെക്കുറിച്ച് പറഞ്ഞ കർത്താവ് തന്നെ പറയുന്നത്, ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണ്. ഞാൻ സംസാരിക്കുന്നത് ഞാനല്ല, എൻ്റെ പിതാവ് എത്ര എന്നിൽ വസിച്ചുകൊണ്ട് സംസാരിക്കുന്നത്, എൻ്റെ പിതാവ് എത്ര എന്നിൽ വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അത് പുത്രനാണ് പിതാവിനെ വെളിപ്പെടുത്തിയത്. പുത്രനെ കണ്ടവൻ, അതായത് യേശുക്രിസ്തുവിനെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്നാണ് കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പം പിതാവും പുത്രനും ഒന്ന് തന്നെയാണ്. അത് അതായത് പ്രവൃത്തിയോടുള്ള രക്ഷാകര ദൗത്യത്തോടുള്ള പാപമോചന ദൗത്യത്തോടുള്ള ബന്ധത്തിലാണ് ഈ പിതൃപുത്ര പരിശുദ്ധാത്മാവ് എന്നുള്ള 3 രീതിയിൽ പ്രവർത്തിക്കുന്നത്.
അതായത് പ്രവൃത്തിയോടുള്ള ബന്ധത്തിൽ മൂന്നായി നിൽക്കുമ്പോൾ തന്നെ സാരാംശത്തോട് ഏകമാണ്. ഏകമായിട്ടാണ് അവരെപ്പോഴും ഇരിക്കുന്നത്. ഏകസത്യ ദൈവമാണ്. ദൈവം ഒരുവനേ ഉള്ളൂ. ദൈവം ആത്മാവാകുന്നു. പക്ഷേ അത് പ്രവൃത്തിയോടുള്ള ബന്ധത്തിൽ ഈ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൽ നിന്നും അവനെ മോചിക്കുന്നതിന് വേണ്ടി പ്രവൃത്തിയോടുള്ള ബന്ധത്തിൽ മൂന്നായിട്ട് നിൽക്കുന്നതേ ഉള്ളൂ. അതൊന്നും നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം തന്നെ ഇപ്പോഴും പറയാണ്. ഇപ്പോൾ ഞാൻ തന്നെ, നമ്മൾ ഒരു മനുഷ്യനെന്ന് പറയുന്ന വ്യക്തി, എല്ലാ മനുഷ്യരും മൂന്ന് അവസ്ഥകൾ ചേരുമ്പോഴാണ് അവൻ മനുഷ്യനായിട്ട് പൂർണ്ണതയിൽ ആകുന്നത്. അതായത് ദേഹം, ആത്മമണ്ഡലം, ആത്മാവ്, ദേഹി, ദേഹം. ആത്മാവ്, ദേഹി, ദേഹം, ഈ മൂന്ന് മണ്ഡലങ്ങൾ, ഈ മൂന്ന് അവസ്ഥകൾ കൂടി ഒന്നിച്ച് ചേരുമ്പോഴത്തേക്കാണ് ഒരു മനുഷ്യൻ്റെ പൂർണ്ണത വരുന്നത്. അപ്പോൾ ഇവരുടെ ഈ മൂന്നിൻ്റെ, ആത്മാവിൻ്റെ പ്രവൃത്തി ഒന്നാണ്, ദേഹിയുടെ പ്രവൃത്തി ഒന്നാണ്, ജഡത്തിൻ്റെ പ്രവൃത്തി ഒന്നാണ്. അപ്പോൾ ഇതുപോലെ തന്നെ പ്രവൃത്തിയോടുള്ള എന്ന് പറഞ്ഞ് ഞാനിത് ഒരു ഉദാഹരണത്തിന് പറഞ്ഞതാണ്. അപ്പം ഇതേപോലെ തന്നെ പ്രവൃത്തിയോടുള്ള ബന്ധത്തിൽ അവർ മൂന്നായിട്ട് പ്രവർത്തിക്കുന്നു. പക്ഷേ സാരാംശത്തിൽ ഏകത്വമാണ്. ഇപ്പം നമ്മൾ മനുഷ്യനെന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യൻ ഈ മൂന്ന് അവസ്ഥകൾ നമ്മളിലുണ്ട്. നമുക്കത് ആ മൂന്ന് അവസ്ഥകളും പ്രവർത്തിക്കുന്ന, ആ മൂന്ന് അവസ്ഥകളും ഏതെല്ലാം രീതി, ആത്മാവ് ഏതെല്ലാം രീതിയിലാണ് പ്രവർത്തിക്കുന്നത്, ദേഹി ഏതെല്ലാം രീതിയിലാണ് പ്രവർത്തിക്കുന്നത്, ജഡം ഏതെല്ലാം രീതിയിലാണ് നമുക്ക് ഓരോരുത്തർക്കും അറിയാമല്ലോ. അപ്പോൾ തന്നെ നമ്മളിതെല്ലാം ഒന്നിച്ച് ചേർന്നതല്ലേ. നാം എന്ന് പറയുന്ന വ്യക്തി, മനുഷ്യനെന്ന് പറയുന്ന വെച്ചാൽ ഇതെല്ലാം കൂടി ഒന്നിച്ച് ചേർന്ന എന്ന് പറഞ്ഞതുപോലെ തന്നെ ത്രിയേകത്വം, ട്രിനിറ്റി എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ത്രിയേകത്വമാണ്. പ്രവൃത്തിയോടുള്ള മനുഷ്യവർഗത്തിൻ്റെ രക്ഷാകര പദ്ധതിയോടുള്ള ബന്ധത്തിൽ അത് വിവിധമായിട്ട് മൂന്ന് പ്രവൃത്തിയോടുള്ള ബന്ധത്തിൽ നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് പിതാവാണ്. അപ്പോൾ ഇതാണ് ഈ എബ്രായ ലേഖനത്തിൽ പറയുന്ന യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പറയുന്നത്. അപ്പം ഈ പാപപരിഹാരകൻ, ഈ നമുക്ക് ഭൂമിയിൽ നൽകപ്പെട്ടിട്ടുള്ള ഏകനാമം, ഞാൻ അതുകൂടി ഒന്നുകൂടി പറയാൻ കാര്യം, പാപത്തെക്കുറിച്ച് സുവിശേഷമാണ് നമ്മുടെ ഈ ഗുഡ് ന്യൂസ് ഫോർ ഹെവൻ എന്നുള്ള ആ ചാനലിൻ്റെ ദർശനം അഥവാ ഉദ്ദേശം പാപമോചനം അഥവാ സദ്വാർത്ത അറിയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഈ പാപമോചനത്തോടുള്ള ബന്ധത്തിൽ, പാപമോചനം എന്നുള്ള സദ്വാർത്തയോടുള്ള രക്ഷാനിർണയ സദ്വാർത്തയോടുള്ള ബന്ധത്തിൽ യേശുക്രിസ്തുവിലൂടെ അല്ലാതെ മറ്റൊരു വ്യക്തിയിലൂടെയും പാപമോചനമില്ല. ഒരു കർമാചാരങ്ങളിലൂടെയും ഒരു മതാചാരങ്ങളിലൂടെയും ഒരു മതകർമ്മങ്ങളിലൂടെയും ഒന്നും പാപമോചനം ലഭിക്കത്തില്ല. അതൊന്നും നിങ്ങൾക്ക് ഒന്നുകൂടി വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് ഈ പാപത്തെക്കുറിച്ച്, പാപത്തെയും പാപത്തിൻ്റെ പരിണത ഫലത്തെയും പാപപരിഹാരത്തെയും കുറിച്ച് ചിന്തിക്കുവാനായിട്ട് ഒരു പ്രേരണയാൽ അത് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ, ഇപ്പോൾ ഈ സന്ദേശം ഞാൻ ഇവിടെ ഉപസംഹരിക്കുന്ന. നാളെ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് നാളെ ചിന്തിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഈ പറഞ്ഞ വേദഭാഗങ്ങളൊക്കെ നിങ്ങൾ അങ്ങനെ തന്നെയാണോ എന്ന് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകം, ആരുടെയെങ്കിലും കയ്യിൽ വേദപുസ്തകം ഇല്ലെങ്കിൽ, ബൈബിൾ ഇല്ലെങ്കിൽ അത് നിങ്ങൾ കളക്ട് ചെയ്ത് ഈ വേദഭാഗങ്ങൾ അതുപോലെ തന്നെയാണെന്ന് പരിശോധിച്ച് ആ വേദഭാഗങ്ങൾ അനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തെ ക്രമീകരിച്ചാൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകും. അത് ദൈവിക വാഗ്ദാനമാണ്. ക്രമീകരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നിത്യനാശവും നിത്യനരകത്തിലേക്കും പോകുവാനായിട്ട് ഇടയായിത്തീരും. ഇനി അതല്ല, നിങ്ങൾക്ക് ഈ തിരുവചനം, നമ്മൾ ഈ ഗുഡ് ന്യൂസ് ഫോർ ഹെവൻ എന്നുള്ള ഈ ചാനലിലെല്ലാം എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. രക്ഷിക്കപ്പെടുവാൻ, നിത്യജീവനും പ്രാപിക്കുവാൻ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മകനും മകളുമായി തീരുവാൻ, സ്വർഗരാജ്യത്തിൻ്റെ പൗരയായി തീരുവാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ നിർദ്ദേശങ്ങൾ അടങ്ങിയ ദൈവിക സന്ദേശങ്ങൾ ഈ ഗുഡ് ന്യൂസ് ഫോർ ഹെവനകത്തുകൊണ്ട്. നിങ്ങളത് കേൾക്കുക, കാണുക. താല്പര്യമുള്ളവർ അത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. മാറാനാഥ. കർത്താവായ യേശുവേ, വേഗം വരേണമേ. ആമേൻ. കർത്താവേ, വരേണമേ.